Greetings to you all in the mighty and precious name of Jesus Christ. ഒരിക്കൽ കൂടെ once again ഈ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്ന മഹാദയക്കായിട്ട് കരുണയ്ക്കായിട്ട് എൻ്റെ ദൈവത്തെ സ്തുതി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അല്പസമയം നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലിരിക്കാം. Let the mighty revelations from the kingdom of heaven comes down upon you. ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ വചനം നിറയ്ക്കട്ടെ. ദൈവവചനം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം അതിവേഗം ഓടുന്നു. ഹല്ലേലൂയ. ഈ വചനം കേൾവി നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. Let that be a mighty blessing for you. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ അടിയനെ സമർപ്പിക്കുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ തക്കവണ്ണം അല്പസമയം കർത്താവിൻ്റെ മുമ്പിലിരിക്കുന്നു. ഞങ്ങളെ ഞങ്ങളെ ഓരോരുത്തരെയും കേൾക്കുന്നവരെയും കേൾക്കാൻ പോകുന്നവരെയും സകലവരെയും അനുഗ്രഹിച്ചാട്ടെ. അക്രോസ് ദ വേൾഡ്. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ വരുവാനുണ്ടായ ഒരു കാരണം, these days, since the last 1 week, God has given me a mighty revelations. കാരണം എന്തെന്ന് ചോദിച്ചാൽ, for the last many days, ഒത്തിരി നാളുകൾ കൊണ്ട്, മേ ബി ഈ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയ അന്ന് മുതൽ, we have been keeping on hearing lot about the third world war. മൂന്നാം ലോക മഹായുദ്ധവും കർത്താവിൻ്റെ വരവിനെ കുറിച്ചും ഒത്തിരി പ്രസംഗങ്ങൾ ഇന്ന് യൂട്യൂബിൽ കണ്ടമാനം പ്രസംഗങ്ങൾ ധാരാളം എടുത്തു വരുന്നു. സോ ഗോഡ് ഹാസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്ന പോലെ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഗോഡ് ഹാസ് ഓപ്പൺഡ് ദ കിങ്ഡം ഓഫ് ഹെവൻ. യുദ്ധങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ അരുളപ്പാട്, ദൈവത്തിൻ്റെ വചനം, കർത്താവ് എന്ത് പറയുന്നു, ദൈവത്തിൻ്റെ വചനം എന്ത് പഠിപ്പിക്കുന്നുവെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദ പർപ്പസ് ഓഫ് ദിസ് വീഡിയോ. ആമേൻ. ആകയാൽ യുദ്ധങ്ങൾ, വാർ, വിശ്വാസിയും യുദ്ധങ്ങളും, തേർഡ് വേൾഡ് വാർ, lot of interpretations, lot of things happening around you. വിശ്വാസിക്ക് ഇതിൽ എന്ത് സാങ്ക്ടിറ്റി, വിശ്വാസിക്ക് ഇതിൽ എന്ത് പാർട്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ ശരണപ്പെടുന്നു അത് വെളിപ്പെടുവാൻ. മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് വചനത്തിൽ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. നോവെയർ. തേർഡ് വേൾഡ് വാറിനെ കുറിച്ചാണ്. യുദ്ധങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ യുദ്ധങ്ങളെക്കുറിച്ച് വചനത്തിൽ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. യുദ്ധങ്ങളെക്കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എസ്കേൽ പ്രവചനങ്ങളുടെ, ദൈവത്തിൻ്റെ പ്രവചന പുസ്തകങ്ങളിലും വെളിപാടിലും എല്ലാം യുദ്ധങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തി. സുവിശേഷത്തിലും കർത്താവ് യേശു ക്രിസ്തു. എന്നാൽ ഈ മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് വചനത്തിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചോ രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചോ വചനത്തിൽ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. വൈ ഡു യു വെയിറ്റ് ഫോർ ദിസ് തേർഡ് വേൾഡ് വാർ? നമുക്ക് ഒരു യുദ്ധം കൂടെ, തേർഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് 4ാമത്തെ മഹായുദ്ധം വന്നുകൂടെ? 5ാമത്തെ മഹായുദ്ധം വന്നുകൂടെ? വൈ യു ആർ കൺസേൺഡ് അബൌട്ട് ദിസ് തേർഡ് വേൾഡ് വാർ? ഈ മൂന്നാം ലോക മഹായുദ്ധം എന്നങ്ങ് പറഞ്ഞ് മനുഷ്യനെ അതിൽ ദ പോയിന്റ് ഓഫ് ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ, ദ പോയിന്റ് ഓഫ് ദ റോക്ക്, നമ്മുടെ പാറയാകുന്ന കർത്താവായ യേശു ക്രിസ്തു ആ അറ്റൻഷനിൽ നിന്ന്, ആ ഫോക്കസിൽ നിന്ന് മാറിപ്പോവുക. യുദ്ധമാ മുന്നിൽ. സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തി പ്രാപിക്കാതെ വണ്ണം ഫോക്കസ് ഈസ് ബീങ് ഗിവൺ ടു മെനി അതർ സബ്ജക്ട്സ്. ആയാൽ ദൈവത്തിൻ്റെ വചനം എന്ത് യുദ്ധങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നു? ഈ 1, 2, 3 വരുവാനിരിക്കുന്ന മൂന്നാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞ് അത് വരുമോ എന്നറിയത്തില്ല. 3ആണോ 4ആണോ 5 ലോക യുദ്ധമുണ്ടെന്ന് നോബഡി നോസ്. ദൈവത്തിൻ്റെ വചനത്തിൽ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ബട്ട് ദെൻ ഈ ലോകയുദ്ധത്തെക്കുറിച്ച് നമുക്ക് ആശങ്കപ്പെടാതിരിക്കാം. മറിച്ച് യുദ്ധങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഞാൻ റിവീൽ ചെയ്യുന്നത് എൻ്റെ കർത്താവ് കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് റിവീൽ ചെയ്തു തന്ന യുദ്ധങ്ങളെക്കുറിച്ചാണ് ഐ എം ഗോയിങ് ടു ഷെയർ വിത്ത് യു. ആ യുദ്ധമാണ് സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ യുദ്ധം. അമേൻ. ആ യുദ്ധം തുടങ്ങുന്നത്, അമേൻ, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഉൽപ്പത്തിയിൽ 14ാം അധ്യായത്തിൽ ഒരു യുദ്ധത്തെക്കുറിച്ച് പറയുന്നു. 4 രാജാക്കന്മാർക്ക് എഗൻസ്റ്റായിട്ട് യുദ്ധം ചെയ്യുക. പർപ്പസ്, അവരുടെ സമ്പത്ത് മുഴുവൻ ജാതികളുടെ രാജാക്കന്മാരായ ഈ 4 രാജാക്കന്മാർ അപഹരിച്ചു കൊണ്ടുപോയി. ദേ ലൂട്ടഡ് ദം, ദേ ഫിനിഷ്ഡ്, എല്ലാം അപഹരിച്ചു കൊണ്ടുപോയി. ഇത് ഒരു എബ്രായൻ വന്ന് നമ്മുടെ പിതാവായ അബ്രഹാമിനോട് പറയുകയാണ്. 4 രാജാക്കന്മാർ
മൈറ്റിയസ്റ്റ് കിങ്സാണ്. അതിനകത്തിൽ ദൈവവചനപ്രകാരം ബാബിലോൺ ഉണ്ട്, ഇറാനുണ്ട്. ഇടണോ ഇറാനും ഷിനാർ രാജാവ് അമാഫ്രൽ ഈസ് ബാബിലോൺ, ഏലാം രാജാവ് ഇറാനാണ്. അന്നത്തെ മൈറ്റിയസ്റ്റ് രാജാക്കന്മാർ ദൈവത്തിൻ്റെ ജനത്തിന് അഗൻസ്റ്റായിട്ട് വന്നു. അങ്ങനെ 4 രാജാക്കന്മാർ അഗൻസ്റ്റ് 5 കിങ്സിന് അഗൻസ്റ്റായിട്ട് യുദ്ധം ചെയ്തു. ഈ ദൈവത്തിൻ്റെ ജനം തോറ്റുപോയി. ഒടുവിൽ സോദോം ഗൊമോറ രാജാവ് ഓടിപ്പോയി കുഴിയിൽ വീണു എന്ന് എഴുതി വെച്ചിരിക്കുക. ഇത് അബ്രഹാമിൻ്റെ ചെവിയിലെത്തി. യു നോ വാട്ട് ഹാപ്പൻഡ്? അബ്രഹാമിൻ്റെ ചെവിയിൽ എത്തിയ ക്ഷണത്തിൽ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക, അവൻ്റെ വീട്ടിൽ ജനിച്ചവർ, അബ്രഹാമിൻ്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെയും കൂട്ടി ഹി വെന്റ് ഫോർത്ത്. ഈ യുദ്ധത്തിനായിട്ട് അവൻ പുറപ്പെടുകയാണ് നമ്മുടെ പിതാവ്. ഈ യുദ്ധത്തിനായിട്ട് അവൻ പുറപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ 5 രാജാക്കന്മാരെ തോൽപ്പിച്ച് സകല സമ്പത്തും മടക്കി കൊണ്ടുവന്നു എന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. 16-ാം അധ്യായം, ഹെസ്കേൽ 14-16 അവൻ സമ്പത്തൊക്കെയും മടക്കി കൊണ്ടുവന്നു. ദ എൻ്റയർ വെൽത്ത് വിച്ച് വാസ് ലൂട്ടഡ്, ലോത്തിനെയും അവൻ്റെ കുടുംബത്തെയും സകല ആ രാജാക്കന്മാരുടെ 4 രാജാക്കന്മാരുടെ അപഹരിച്ചു കൊണ്ടുപോയ സകല സമ്പത്തിനെയും മടക്കി കൊണ്ടുവന്നു. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു, ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗത്തിൻ്റെ മുൻകുറിയാണ്. ഇത് സകലതും ഹി റിസ്റ്റോർഡ് എവരിത്തിങ് വിത്ത് എബ്രഹാം. അങ്ങനെ റിസ്റ്റോർ ചെയ്ത് വരുന്ന എബ്രഹാമിനെ ഒരാൾ എതിരേറ്റിയില്ല. ഹിസ് നെയിം ഇസ് ഗോഡ് ഹിംസെൽഫ്. ദൈവം തന്നെയാണെന്ന വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാകും. ഞാനത് വായിക്കാം. അതിൻ്റെ 16. അവൻ സമ്പത്തൊക്കെയും മടക്കി, തൻ്റെ സഹോദരനായ ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കി കൊണ്ടുവന്നു. അവൻ കേദാറിലെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സോദൻ രാജാവ് രാജ്യത്താഴവരെ നശാരത്ത് അവനെ എതിരേറ്റി. ശലൻ രാജാവ് മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. അവനെ അനുഗ്രഹിച്ചു. നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ദിവസം ഇത് ഷെയർ ചെയ്തതാണ്. യുദ്ധം ജയിച്ചവൻ മാത്രമേ പ്രതിഫലമുള്ളൂ, ജയിക്കുന്നവന് മാത്രമേ പ്രതിഫലമുള്ളൂ. വെളിപാട് പുസ്തകത്തിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോയതാണ്. ജയിക്കുന്നവന് മാത്രം, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ജീവജലത്തിൻ്റെ നദി ജയിക്കുന്നവന് അവകാശമായി ലഭിക്കും. എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ, ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് സംസാരിച്ചതാണ്. ഈ എല്ലാ ഭൂമിയിലെ സകല പാപങ്ങളും പിന്നീടാണ് വരുന്നത്. ഭീരുത്വവും അവിശ്വാസവും. ഭയമുള്ളവന് ഇത് പറ്റുന്ന പരിപാടിയല്ല. ദൈവരാജ്യത്തിന് അവകാശമില്ല. ആ ഭയത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് പൂർണ്ണമായി മാറ്റിയത്. അതുകൊണ്ടാണ് ഇത് ഭീരുത്വത്തിൻ്റെ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഭയമുള്ളവന് ഈ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയില്ലെന്ന് എഴുതി വെച്ചിരിക്കുക. ഭീരുകൾ അവിശ്വാസികൾ. Faith is the basics of entering into the kingdom of God. Anyway, ഈ അബ്രഹാം ഇത് ജയിച്ചു വന്നപ്പോൾ അബ്രഹാം 5 രാജാക്കന്മാരെ ഓർത്തോണം. ഹി വാസ് എ സിവിലിയൻ. ഇത് അബ്രഹാം എന്ന് പറയുന്ന ഒരു സാധാരണ വ്യക്തിയായിരുന്നു. അബ്രഹാമിനെ കുറിച്ച് രാജാക്കന്മാർക്ക് പോലും ഭയമായിരുന്നു. അന്നത്തെ രാജാക്കന്മാർ അബ്രഹാമിനെ ബഹുമാനത്തോടുകൂടെ നോക്കി അവനെ ഭയപ്പെട്ടു. അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിച്ചു. അബ്രഹാമുമായിട്ട് സഖ്യത ചെയ്തു. ഹി വാസ് an ordinary man. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മഹാസമ്പത്തും അധികാരവും, എ പവർഫുൾ പേഴ്സണാലിറ്റി. 5 രാജാക്കന്മാരെ തോപ്പിച്ചു മടങ്ങി വന്നപ്പോൾ യു നോ വാട്ട് ഹാപ്പൻ? സ്വർഗം അവനെ എതിരേറ്റ് ചെല്ലുക. ജയിക്കുന്നവനെ എതിരേറ്റ് ചെല്ലുന്നതിനാ സ്വർഗം. ജയിക്കുന്നവനെ മാത്രം, തോൽക്കുന്നവനെ, അതിനകത്തിൽ വചനത്തിൽ എത്രയോ വെളിപ്പെടുത്തലുകൾ വചനം നമുക്കുണ്ട്. തോൽക്കുന്നവനല്ല. ഞാൻ 1 താലന്തിൻ്റെ കാര്യം, 2 താലന്ത്, 5 താലന്തിൻ്റെ കാര്യവും പറഞ്ഞു. 2 താലന്തുകാരനും 5 താലന്തുകാരനും കർത്താവിനോടുകൂടെ ആ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ 1 താലന്ത് കുഴിച്ചിട്ടവനെ ഇരുട്ടിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് എഴുതി വച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ജയിക്കുന്നവന് മാത്രമായിട്ടുള്ള അവകാശമാണ്. ആ ജയിച്ചു വന്നവന് സ്വർഗം കൊടുത്ത പ്രതിഫലമാണ് അപ്പവും വീഞ്ഞും. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം മൽക്കീസദേക്ക് എന്ന പുരോഹിതൻ, സർവശക്തനായ ദൈവത്തിൻ്റെ പുരോഹിതൻ ഓർ ഗാഡ് ഹിംസെൽഫ്, അവന് പ്രതിഫലം കൊടുക്കുക. യുദ്ധം ജയിച്ചു ചെല്ലുന്നവൻ്റെ ആ പ്രതിഫലത്തിൻ്റെ പേരാണ് അപ്പവും വീഞ്ഞും. ആമേൻ. ഇതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ യുദ്ധം. നീ ഇത് പഠിക്കണം. നീ 2ാം ലോക മഹായുദ്ധവും 3ാം ലോക മഹായുദ്ധവും അല്ലെ 4ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് വരുന്ന വീഡിയോകൾ കാണാതെ നീ ഉൽപ്പത്തി 14-ാം അധ്യായത്തിൽ പറയുന്ന ഈ യുദ്ധത്തെക്കുറിച്ച് നീ ധ്യാനിക്കണം. പഠിക്കുകയല്ല, ധ്യാനിക്കണം. ദൈവവചനം എടുത്ത് വായിക്കണം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ്? ഇത് ആ കാൽവറിയിലെ യാഗത്തിൽ മുൻകുറി. അത് ഈ യുദ്ധം അതിനൊരു മുൻകുറിയാണ്. ഇനിയും നമ്പർ 1, 1ാമത്തെ യുദ്ധം
എൻ്റെ പ്രിയപ്പെട്ടവരെ, the second, the mightiest war which have been fought in this earth. ഈ ജീവിതത്തിൽ ഒരു വിശ്വാസി, ഒരു വീണ്ടും ജനിക്കപ്പെട്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, the mightiest war ever fought for him is the battle at the cross. കുരിശിലെ യുദ്ധം, കുരിശിലെ യാഗത്തിൽ, അവൻ്റെ യാഗത്തിൽ അവൻ ജയിച്ച യുദ്ധം. ആ യുദ്ധമാണ് ഇറ്റ്സ് എ മൈറ്റിയസ്റ്റ് വാർ ഫോർ യു. അതെന്തുകൊണ്ടാണ് മൈറ്റിയസ്റ്റ് വാർ എന്ന് പറഞ്ഞാൽ, നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങളുടെ നേരെ നിൽക്കുന്നത്, ഞാൻ ഇപ്പോൾ ഒരു നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുക, സൂപ്പർ പവേഴ്സ്, അമേരിക്ക, റഷ്യ, യൂറോപ്യൻ ബിഗ് കൺട്രീസ്, ഇന്ത്യ, ഇസ്രായേൽ ആണല്ലോ ഇൻ്റലിജൻസിൽ നിന്നും മൈറ്റി ആയിട്ടുള്ളത്, മിലിറ്ററി ഇൻ്റലിജൻസിൽ. അപ്പോൾ ഇവരെല്ലാം കൂടെ നിൻ്റെ നേരെ വരുന്നു എന്ന് കൂട്ടുക. The whole this superpower countries is coming against you and you are only single, ഒറ്റയ്ക്ക്. ഈ യുദ്ധത്തിൽ നീ ജയിക്കാൻ പോവുക. ഞാനീ പറയുന്ന യുദ്ധത്തിൽ നീ ജയിച്ചവനാ. ഈ യുദ്ധത്തെക്കുറിച്ചാണ് ഞാൻ നിന്നോട് സംസാരിക്കാൻ പോകുന്നത്, നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത്, ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ യുദ്ധം ഈ 5 രാജ്യങ്ങൾ ഞാൻ പറയുകയാണ്, അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ ആൻഡ് ഇസ്രായേൽ, ഇവർ 5 പേരും കൂടെ നിൻ്റെ, ഞാനൊരു ഐ ഹവ് ടേക്കൺ എ സാമ്പിൾ. അത് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സർവ്വ രാജ്യങ്ങളും നിൻ്റെ നേരെ വരികയാണെന്ന് കൂട്ടുകയോ. അതിനേക്കാൾ മൈറ്റിയസ്റ്റ് വാറായത്. കാരണം ഈ വരുന്ന സകല രാജ്യങ്ങളുടെ മേലും അധികാരമുള്ള, ഇസ്രായേലിനെ മാറ്റി നിർത്തിയാൽ ലൗകികമായിട്ടുള്ള ലോക രാജ്യങ്ങളുടെ മേൽ അധികാരമുള്ള ദുഷ്ടപിശാചുമായിട്ടായിരുന്നു ആ യുദ്ധം അറ്റ് ദ ക്രോസ്. സോ പ്രിയപ്പെട്ടവരെ, ഈ യുദ്ധമാണ് നിൻ്റെ ജീവിതത്തിലെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ദ മൈറ്റിയസ്റ്റ് വാർ. ഇനി അതിൻ്റെ മർമ്മം നിങ്ങൾക്ക് അറിയണം. ദിസ് വാർ ജസ്റ്റ് ഫോട്ട് ഫോർ യു. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്, ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ഇസ്രായേൽ ഇപ്പോൾ യുദ്ധം ഓൾമോസ്റ്റ് 7 പോർമുഖങ്ങൾ അവർ തുറന്നിരിക്കുന്നത്. ഈ 7 വാർ ഫ്രണ്ട്സ് അവർ യുദ്ധം ചെയ്യുന്നത് അവരുടെ രാജ്യത്തിന് വേണ്ടിയാണ്. പക്ഷേ ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ഈ യുദ്ധം ഉണ്ടല്ലോ, ഈ യുദ്ധം ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ യു. ഇത് നിനക്ക് വേണ്ടി മാത്രം യുദ്ധമാണ്. ഷിബു അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും മാത്രം സർവശക്തനായ ദൈവം പുത്രനെ അയച്ച് ചെയ്ത യുദ്ധമാണ്. ആമേൻ, സ്തോത്രം. നിനക്ക് വേണ്ടി മാത്രം, ഓൺലി ഫോർ യു. നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ, ഞാൻ ആ യെശയ്യാ 53 പ്രവചനം നിങ്ങളോട് ഷെയർ ചെയ്തതുപോലെ, നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ നിനക്ക് തിരിച്ചു തരാൻ, റിസ്റ്റോർ ചെയ്യുവാൻ, നിന്നെ മഹാസമ്പന്നനാക്കി ചേർക്കുവാൻ. ദുഷ്ടൻ നിന്നെ തൊട്ട നിന്റെ ശരീരത്തെ മുഴുവൻ മാറാവ്യാധികൾ കൊണ്ട്, ഐ ഷുഡ് സേ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ട് നീ മുടിഞ്ഞു പോകും വരെ, ആവർത്തന പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ മുടിഞ്ഞു പോകും വരെ. ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എല്ലാം ആ മാറാവ്യാധിയാണ്. മരുന്ന് എത്ര കഴിച്ചിട്ടും മരുന്ന് മാറുന്നില്ല, അതിൻ്റെ രോഗം മാറുന്നില്ല, അതിൻ്റെ ഡോസേജ് മാത്രം കൂട്ടിക്കൊണ്ടിരിക്കുക. നീ മുടിഞ്ഞു പോകും വരെ അത് നിന്നെ പിന്തുടരുമെന്ന് ആവർത്തന പുസ്തകത്തിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ ശാപത്തിൻ്റെ വാക്യങ്ങളിൽ എഴുതി വെച്ചിരിക്കുക. ആമേൻ. നിന്നെ മുടിച്ചു കളയും വരെ ആ രോഗം നിന്നെ പിന്തുടരും. നിന്റെ ശരീരത്തിൻ്റെ സകല രോഗത്തിൽ നിന്നും, നിന്റെ ശരീരത്തിൻ്റെ സകല ബന്ധനങ്ങളിൽ നിന്നും, ബലഹീനതകളിൽ നിന്നും നിന്നെ വിടുവിക്കുവാൻ, നിന്നെ മഹാസമ്പന്നനാക്കി തീർക്കുവാൻ, നിനക്ക് നഷ്ടപ്പെട്ടതിനെ മുഴുവൻ നിനക്ക് തിരിച്ചു തരുവാൻ. ആമേൻ, ആമേൻ, ആമേൻ. നിന്നെ ഭൂമിയിൽ മഹാനാക്കി തീർക്കുവാൻ, നിന്നെ ഭൂമിയിൽ ബലവാനാക്കി തീർക്കുവാൻ. ആമേൻ. കർത്താവായ യേശു അപ്പച്ചനോടൊപ്പം പിതാവായ ദൈവത്തിന് നിന്റെ അപ്പൻ്റെ സകല അവകാശങ്ങളും നിനക്ക് കൂട്ടാവകാശമായി തരുവാൻ വേണ്ടി നിന്റെ അപ്പൻ, നിന്റെ യേശു അപ്പച്ചൻ നിനക്ക് വേണ്ടി പിതാവ് ഡെപ്യൂട്ട് ചെയ്തിട്ട്, പിതാവ് എക്സിക്യൂട്ട് ചെയ്ത ആ യുദ്ധം കാൽവറിയിൽ ജസ്റ്റ് ഫോർ യു. നിന്നെ ആ ഒറിജിനൽ ക്രിയേഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ, സ്പിരിച്വലി ആൻഡ് ബോത്ത് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്. നിന്റെ ആദമിനെ ഔവയും എങ്ങനെ സൃഷ്ടിച്ചോ അതാണ് പറയുന്നത്. ന്യായവിധിയുടെ ശുശ്രൂഷ ഇത്രയധികം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ എത്രയധികം തേജസ്സുള്ളതാകുമെന്നുള്ളത്. ആ ആത്മാവിൻ്റെ ശുശ്രൂഷയിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവരുവാൻ, ഏതിനിൽ നഷ്ടപ്പെട്ട സകല ഭൗതിക അനുഗ്രഹങ്ങളും നിനക്ക് തിരിച്ചു തരുവാൻ വേണ്ടി നിന്റെ അപ്പൻ ചെയ്ത യുദ്ധമാണ് കാൽവറിയിലെ ആ യുദ്ധം, ക്രോസ്. ആ യുദ്ധത്തിൽ നിനക്ക് എന്ത് സംഭവിച്ചെന്നറിയാമോ? യു ഹാവ് വൺ ദ വാർ.
അവിടെ യുദ്ധം ചെയ്ത് അബ്രഹാമാ. ശരിക്കും പറഞ്ഞാൽ വ്യക്തിയാ. ഇവിടെ യുദ്ധം ചെയ്തത് നീ അല്ല, നിന്റെ യേശു അപ്പച്ചൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹി ഫോട്ട് എ വാർ ഫോർ യു. അവനാ യുദ്ധം ചെയ്തത്. യേശു അപ്പച്ചനാ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. ഹി ഫോട്ട് ദ വാർ. അത് കൊലോസ്യരിൽ, എന്നിട്ട് അതിൻ്റെ അനന്തരഫലം കൊലോസ്യരിൽ വ്യക്തമായി എഴുതി വെച്ചിരിക്കുക. ആമേൻ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ, ബൈ ഹിസ് ബ്ലഡ് ആൻഡ് ബോഡി, നമ്മുടെ അവൻ്റെ ശരീരവും തിരുരക്തവും നമ്മൾ ഭക്ഷിച്ചു പാനം ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് വീണ്ടും ജനിക്കപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മൾ ഭക്ഷിച്ച് പാനം ചെയ്യുമ്പോൾ അതിക്രമങ്ങളൊക്കെയും ക്ഷമിച്ച ചട്ടങ്ങളാൽ അവൻ എനിക്കും നിനക്കും വിരോധമായി പ്രതികൂലമായ കയ്യെഴുത്ത് മായ്ച്ച്, ഓൾ ദ റൈറ്റിംഗ്സ് അഗൻസ്റ്റ് യു ബൈ സൈറ്റൻ, ദുഷ്ട പിശാച് നിനക്കെതിരായി എഴുതി വെച്ച സകല കുറ്റപത്രങ്ങളും മായ്ച്ചു കളഞ്ഞ് ക്രൂശിൽ തറച്ച്, ഫിക്സ് ടു ദ ക്രോസ്, യുദ്ധം നിന്നെ ജയിപ്പിച്ചു. ക്രൂശിൽ തറച്ച് നിന്റെ നടുവിൽ നിന്ന്, നിന്റെ ശരീരത്തിൽ നിന്ന്, നിന്റെ മനസ്സിൽ നിന്ന് ഫോർ എവർ ആൻഡ് എവർ അത് മാറ്റിക്കളഞ്ഞു. സകല നിനക്കെതിരായി നിന്ന സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നിന്നെ ജയിപ്പിച്ചു അവൻ. നീ ജയാളിയായി. നോക്കിക്കോണം, നിന്നോടുള്ള സ്നേഹം എൻ്റെ ഈ നാവ് കൊണ്ടോ എൻ്റെ ചിന്തകൾ കൊണ്ടോ എൻ്റെ കർത്താവായ ദൈവത്തിന്, പിതാവായ ദൈവത്തിന്, പ്രിയപ്പെട്ടവരെ, കേൾക്കുന്ന നിങ്ങളോടുള്ള സ്നേഹം, ഈ ക്രൂശിലെ വിക്ടറി, ഈ ക്രൂശിലെ യാഗത്തിൽ അവൻ ജയിച്ച യുദ്ധം, ആ യുദ്ധത്തിൽ നിന്നോടുള്ള സ്നേഹം മാത്രമാണ് അതിൻ്റെ അടിസ്ഥാനം. എൻ്റെ ഈ നാവുകൾ കൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയില്ല. ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് മൈ ദിസ് ഫ്ലഷ്ലി ടങ്. ആ സ്നേഹം വളരെ വലുതാ. ഐ കനോട്ട് എക്സ്പ്ലെയിൻ ദിസ്. ഇതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധ്യമല്ല. അവൻ ജയിച്ചു. ആ യുദ്ധം നിനക്ക് വേണ്ടി, നിന്നോടുള്ള സ്നേഹം നിമിത്തം. ഒറ്റ റീസൺ, ഒറ്റ കാരണം, ഹി ലവ്ഡ് യു സോ മച്ച്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഷിബുവിനെയും നിന്നെയും കേൾക്കുന്ന ഓരോരുത്തരെയും സ്നേഹിച്ചു. ഗീതയെ സ്നേഹിച്ചു. എവരിബഡി. ബിക്കോസ് അതിൻ്റെ ഫൗണ്ടേഷൻ, അതിൻ്റെ കോർണർ സ്റ്റോൺ ദൈവസ്നേഹമാണ്. ആ ദൈവസ്നേഹമാ പുത്രനെ നിനക്ക് തന്ന് അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തു. ഇതൊന്ന് ആലോചിച്ച് നോക്കിയോ. വാട്ട് ഈസ് യുവർ റോൾ? ഈ യുദ്ധത്തിൽ നീ ജയിക്കുക. നിന്റെ റോൾ എന്താ? ഫെയ്ത്ത്, വിശ്വസിക്കുക. നിന്റെ റോൾ എന്താണ്? ഈ ജയിക്കുന്ന യുദ്ധത്തിൽ നിന്റെ റോൾ എന്താണ്? നിന്റെ റോളിൻ്റെ പേരാണ് വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. 53 പ്രവചനത്തിൽ, യെശയ്യാ 53 പ്രവചനത്തിൽ പറയുന്ന സകല അനുഗ്രഹങ്ങളും നിന്റേതായി തീരും. നീ വിശ്വസിക്കുക. ബിലീവ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ബിലീവ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? നിന്റെ റോൾ എന്നാ? നീ ഒന്നും ചെയ്തില്ല. നിന്റെ ഒരു പെർഫോമൻസും കൊണ്ടല്ല, നിന്റെ നന്മ കൊണ്ടല്ല, നിന്റെ വലിയ പുണ്യപ്രവൃത്തികൾ കൊണ്ടല്ല. നീ ഭൂമിയിൽ വിളിച്ചു പറയിപ്പിക്കും, നീ എന്തെങ്കിലും നല്ലത് ചെയ്ത മൈക്ക് വെച്ച് പ്രഖ്യാപിക്കുന്ന, അല്ലെങ്കിൽ നോട്ടീസ് അടിച്ച് പ്രഖ്യാപിക്കുന്ന നിന്റെ നല്ല പ്രവൃത്തികൾ കൊണ്ടല്ല. ഹല്ലേലൂയ. നിന്റെ പുണ്യപ്രവൃത്തികൾ കൊണ്ടല്ല. ബിക്കോസ് ഓഫ് ഹിസ് സാക്രിഫൈസ്. ആൻഡ് വൈ ഹി സാക്രിഫൈസ്ഡ് ഹിസ് സൺ? ബിക്കോസ് ഓഫ് ഹിസ് ലവ് ഫോർ യു. അഗാപ്പലോ. നിന്നെ എന്നെ അവൻ സ്നേഹിച്ച ആ സ്നേഹമാണ് അതിൻ്റെ കാരണം. നീ യുദ്ധം ചെയ്തില്ല, അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തു. അവൻ ജയിച്ചു കർത്താവ്. എന്നിട്ട് ജയിച്ചിട്ട് സംഭവിച്ചതോ? പ്രതിഫലം ആർക്കാ ലഭിക്കേണ്ടത്? യുദ്ധം ജയിച്ചവനല്ലേ പ്രതിഫലം കൊടുക്കുന്നത്. 1ാം റാങ്കും 2ാം റാങ്കും 3ാം റാങ്കും മേടിച്ചു. പ്രതിഫലം 10ാം റാങ്ക് മേടിച്ചവനാണോ കൊടുക്കേണ്ടത്? അല്ല, 1ാം റാങ്ക് മേടിച്ചവനാണ് കൊടുക്കേണ്ടത്. 100 മീറ്റേഴ്സ് സ്പ്രിന്റിൽ ലോക റെക്കോർഡ് ഹോൾഡറായി ഉസൈൻ ബോൾട്ടിന് കൊടുക്കുമോ? 100 മീറ്റേഴ്സ് ഓടുന്ന എനിക്കും തരുമോ? ഉസൈൻ ബോൾട്ടിനാണ് പ്രതിഫലം കൊടുക്കേണ്ടത്. ബിക്കോസ് ഹി കവേർഡ് ദ 100 മീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഇൻ എ വേൾഡ് റെക്കോർഡ്. മനുഷ്യന് അസാധ്യമാവണ്ണം സ്പീഡിൽ അവൻ ഓടി, അവനാ കിരീടം പ്രാപിച്ചു. ആമേൻ. അവനാ പ്രതിഫലം കൊടുക്കേണ്ടത്. അവനാ പ്രതിഫലം കൊടുക്കേണ്ടത്. ആർക്ക്? യുദ്ധം ജയിച്ചവനാ പ്രതിഫലം കൊടുക്കേണ്ടതില്ലേ? ഉസൈൻ ബോൾട്ടിനാ അല്ലെങ്കിൽ അബ്രഹാമിനാ പ്രതിഫലം കിട്ടിയത്. ആണോ അല്ലയോ? അതെ. ഇവിടെ പ്രതിഫലം കൊടുക്കേണ്ടത് ആർക്കാ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ യേശു അപ്പച്ചൻ അവനാ യുദ്ധം ജയിച്ചത്. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? യോഹന്നാൻ
ആ അധ്യായത്തിൽ പറയുന്ന തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൽ ആഗാപ്പെ ലവ്, ഇത് മാതൃസ്നേഹമല്ല. മാതൃസ്നേഹം സെൽഫിഷാ. ഇറ്റ് ഈസ് മോസ്റ്റ് സെൽഫിഷ് ലവ് എന്ന് പറയുന്നത് മാതൃസ്നേഹത്തെയാണ് ഈ ലോകം മുഴുവൻ ഉയർത്തുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊന്നുമല്ല. യു കനോട്ട് ഹാവ് എനി കമ്പാരിസൺ വിത്ത് ദിസ് ലവ് ഐ ആം സ്പീക്കിംഗ്. മാതൃസ്നേഹം ഇസ് പ്യുവർലി സെൽഫിഷ്. സ്വന്തം മകനോടോ മകളോടോ ഉള്ള സ്നേഹത്തിനാണ്, അതിനെയാണ് ഈ ലോകം മുഴുവൻ പുകഴ്ത്തി ദൈവമേ അതിന് ഡേയ്സ് ഉണ്ടാക്കുന്നു. മദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ എല്ലാം ഉണ്ടാക്കിക്കോട്ടെ. പക്ഷേ ഞാൻ ഈ വിളിച്ചു പറയുന്ന സ്നേഹം ഈ സ്നേഹമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഒടുവിൽ യുദ്ധം ജയിച്ചവനാ പ്രതിഫലം കിട്ടേണ്ടത്. പക്ഷേ എന്താ സംഭവിച്ചത്? സ്വർഗം കൊടുത്ത്, യുദ്ധം ജയിച്ചവന് സ്വർഗം കൊടുത്തു പ്രതിഫലം. ആ പ്രതിഫലം അവൻ നമുക്ക് തന്നെന്ന്. ക്യാൻ യു ബിലീവ് ദിസ്? ക്യാൻ യു ബിലീവ് ദിസ്? ആ ജയിച്ച യുദ്ധത്തിൻ്റെ പ്രതിഫലം പ്രിയപ്പെട്ടവരെ നിനക്കും എനിക്കും ലഭിച്ചു. ആ പ്രതിഫലമാണ് ആ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും. ആ പ്രതിഫലമാണ് കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും. ഫെയ്ത്ത് ഈസ് ദ സബ്സ്റ്റൻസ് ഓഫ് തിങ്സ് which you hope for and the evidence of things not seen. ആ വിശ്വാസത്തിൻ്റെ സബ്സ്റ്റൻസ് നീ വിശ്വസിക്കുന്നത് നിനക്ക് ലഭിച്ചു. എൻ്റെ നാമത്തിൽ നിങ്ങൾ ഒന്നും ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല. നിങ്ങൾ അപേക്ഷിപ്പീൻ പിതാവിനോട് എൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം അത് ലഭിച്ചിരിക്കും. whatever you ask in my name, നിങ്ങൾ എന്ത് യാചിച്ചാലും എൻ്റെ പിതാവ് നിങ്ങൾക്ക് നൽകി തരും എൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സോ ആ പ്രതിഫലം നിന്റെ കൈവെള്ളമേൽ. ഫെയ്ത്ത് ഈസ് ദ സബ്സ്റ്റൻസ് ഓഫ് തിങ്സ്. നിന്റെ കൈവെള്ളമേൽ നീ വിശ്വസിച്ച കാര്യത്തിൻ്റെ എവിഡൻസ് നിന്റെ കൈവെള്ളമേൽ ഇരിക്കുക. അതിൻ്റെ പേരാണ് കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും. നീ അത് ഭക്ഷിച്ച് പാനം ചെയ്യുക. വിശുദ്ധ കുർബാന ഏറ്റെടുക്കുമ്പോൾ നീ അത് ഭക്ഷിച്ച് പാനം ചെയ്യുമ്പോൾ നീ ആഗ്രഹിച്ചതും ദൈവം നിനക്ക് റെസ്റ്റോർ ചെയ്ത് തന്നതും ബൈ ഫെയ്ത്ത്, ബൈ ഡിഫോൾട്ട് നിന്റെ മേൽ വരും. ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, യുദ്ധം ജയിച്ചവനാ പ്രതിഫലം കൊടുക്കേണ്ടത്. ഇവിടെ എന്ത് സംഭവിച്ചു? ആ പ്രതിഫലം അവൻ നമുക്ക് തന്നു. ഇതാ എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം. അങ്ങനെ അവൻ നമ്മെ സ്നേഹിച്ചുവെങ്കിൽ ഹു ആർ വി ടു ജഡ്ജ് അതേഴ്സ്? വിധിക്കരുത്. നീ ഒരു കൈ ചൂണ്ടുമെന്താ ഇത്രയും ബാക്കിലോട്ട് നിൽക്കുക? നിന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ആഴം ഇതാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വിധികൾ മറ്റുള്ളവരെ കുറിച്ച് വിധിക്കരുത്. നീ വിധിക്കുന്ന വിധിയാൽ നീയും വിധിക്കപ്പെടും. കൈനീട്ടി ഈ ഹ്യൂമാനിറ്റിയെ മുഴുവൻ ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ എൻ്റെ കൂടെയുള്ളവരോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു. അവരെൻ്റെ സെൻഡ് ഓഫ് സമയത്ത്, എൻ്റെ ആ വീഡിയോയിൽ ഉണ്ട്, സെൻഡ് ഓഫ് സമയത്ത് അവരെന്നോട് പറഞ്ഞത്, സാർ പറയുന്ന ഒരു വലിയ കാര്യമായിരുന്നു, ടേക്ക് കെയർ ഓഫ് യുവർ എക്കോസിസ്റ്റം അറൗണ്ട് യു. ആ എക്കോസിസ്റ്റത്തിൽ മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, വൃക്ഷങ്ങളുണ്ട്, എവറിത്തിങ്, ദ ഹോൾ ക്രിയേഷൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ദൈവസ്നേഹം ഒന്ന് ആലോചിച്ച് നോക്കി. യുദ്ധം നീ ചെയ്തില്ല, ഒരു പ്രയാസവും നിനക്കുണ്ടായില്ല. അവൻ യുദ്ധം ചെയ്തു. അവൻ ദുഷ്ടൻ്റെ തലയെ തകർത്ത് അവൻ്റെ കാൽ കീഴാക്കിയിട്ട് അവൻ നിനക്ക് തന്നു അതിൻ്റെ പ്രതിഫലം. എന്നിട്ട് നിന്നോട് പറയുക, നീ മരണത്തെ ജയിച്ചിരിക്കുന്നു. ആമേൻ. നീ മരണത്തെ ജയിച്ചവനാ. കാരണം എന്നാ? നീ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനാ. ഹല്ലേലൂയ. നീ പുനരുത്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടവനാ. അങ്ങനെ ആ യുദ്ധത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കോ, നീ യുദ്ധം ജയിച്ചവനാ. യു ആർ വിക്ടോറിയസ്. തല ഉയർത്തി പിടിച്ച് നടക്ക്. നത്തിങ് വിൽ ഹാം യു. അങ്ങനെ ജയിച്ചവന് ദൈവം ഒരു അധികാരം കൊടുത്തു, പുത്രനൊരു അധികാരം കൊടുത്തു. ആ അധികാരം എന്താണെന്ന് അറിയാമോ? പഴയ വെളിപാട് പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുക, അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ദൈവത്തിനും കുഞ്ഞാടിനും രാജാവും പുരോഹിതന്മാരുമായി ഭൂമിയിൽ വാഴുന്നു എന്നൊരു ശബ്ദവും ഞാൻ കേട്ടു. ഭൂമിയിൽ വാഴുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നവർ, ബൈബിൾ പഠിക്കുന്നവർ, ഇതെല്ലാം ആ തേജസ്സിൻ്റെ മഹത്വം, ഞാൻ ഈ പറഞ്ഞ വെളിപാടിൽ എഴുതിയിരിക്കുന്ന മിസ്റ്ററിയുടെ മഹത്വം എന്നിലേക്കും നിന്നിലേക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടാതെ, ഞാൻ നിങ്ങളോട് എപ്പോഴും കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറയുന്നു, വചനം വായിക്കുമ്പോൾ നീ മാത്രമേ ഉള്ളൂ.
അബ്രഹാമില്ല, ഇസ്ഹാക്കില്ല, യാക്കോബില്ല, ശലോമോനില്ല, അപ്പോസ്തലന്മാരാരുമില്ല. വചനം നീയും ഞാനും ആ ദൈവവും നീയും തമ്മിലുള്ള കോൺവെർസേഷനാ. ദൈവത്തിന് നിന്നോട് പറയുവാനുള്ള അരുളപ്പാടുകളാ ദൈവത്തിൻ്റെ വചനം. ആ അനുഗ്രഹം, വെളിപാടിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹം, ദൈവത്തിനും കുഞ്ഞാടിനും പുരോഹിതനുമായി ഈ ഭൂമിയിൽ വാഴുവാൻ ഒരു കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന അധികാരത്തെ മറച്ചു കളയുന്ന ഇന്റർപ്രിട്ടേഷൻസും ആമീൻ ടീച്ചിങ്സുമാണ് നമുക്ക് ചുറ്റും ചെവികളിൽ വീഴുന്നത്. നീ വിശ്വസിക്കുക. ആ അധികാരം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. ഈ യുദ്ധത്തിൽ നീ ജയിച്ചുവെങ്കിൽ ആ യുദ്ധത്തിന്റെ വേറൊരു വലിയ പ്രതിഫലമാണ്. ഈ യുദ്ധത്തിൽ ജയിച്ചു. നിനക്ക് സപ്പോസ് ഇപ്പൊ 62, ഞാൻ ഇത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന്, ഇത്ര വർഷം വരെ കർത്താവിൻ്റെ വരവ് വരെ താമസിച്ചാൽ ഞാൻ കുറേ വർഷം കൂടി ഈ ഭൂമിയിൽ അധികം വർഷം ജീവിക്കും, ദൈവം അനുവദിക്കുന്ന വയസ്സ് വരെ ജീവിക്കും. അന്നേരം ഈ ഒരൊറ്റ വിശ്വാസത്താൽ എൻ്റെ പ്രശ്നം മുഴുവൻ തീർന്നോ? ഇല്ല. പ്രശ്നം ഇറ്റ് ക്യാൻ കം അഗൈൻസ്റ്റ് യു, ബട്ട് യാതൊന്നും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ബാക്കിയുള്ളത് TV പറയുന്നതും ബാക്കിയുള്ളവരുടെ ഇതൊന്നും കേൾക്കാതിരി, ദൈവവചനത്തിൽ വിശ്വസിക്കുക. നത്തിങ് വിൽ ഹാം യു. യാതൊന്നും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. ഞാനോ എല്ലാ നാളും ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. എന്തിനാ? അതെങ്ങനെ സംഭവിക്കും? ഒരു അധികാരം നിന്റെ മേൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. എന്തോ അധികാരം നിന്റെ മേൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ എങ്ങനെ അധികാരം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത്? ബറിയോനാശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. നീ ഭൂമിയിൽ, ഷിബുവെ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളുമേ, തോമസേ, ജോയിയെ, ഗീതേ, ഷെർലിയെ, സൂസനെ, എന്നെ കേൾക്കുന്ന ഓരോരുത്തരുമേ, ആമേൻ. ഈ അധികാരം കർത്താവ് നിനക്ക് പകർന്നിരിക്കുക. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. അപ്പോസ്തലനല്ല, ഈ വചനം നിന്നോടാ സംസാരിക്കുന്നത്. ഇറ്റ് ഈസ് സ്പീക്കിംഗ് ടു യു. നിന്നോടാ ഈ വചനം സംസാരിക്കുന്നത്, പത്രോസിനോടല്ല. പത്രോസിനോട് പറഞ്ഞു, പത്രോസ് കെട്ടി അഴിച്ചു ഈ ഭൂമിയിൽ. അവൻ്റെ നിഴല് വീണപ്പം രോഗി സൗഖ്യമായി. എന്നാൽ ഈ വചനം ഇന്ന് ഞാൻ നിന്നോട് വിളിച്ചു പറയുമ്പോൾ ഇത് പറയുന്നത് ഷിബുവെ നിന്നോടാ, തോമസേ നിന്നോടാ, ഗീതേ നിന്നോടാ, സൂസനെ നിന്നോടാ, അനീറ്റായെ നിന്നോടാ, ജേക്കബെ നിന്നോടാ, ജിക്കുവെ നിന്നോടാ, ജോർജിയെ നിന്നോടാ, സണ്ണിയെ നിന്നോടാ. ഹല്ലേലൂയ. നിന്നോടാ ഇത് സംസാരിക്കുന്നത്. നീ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. ബിക്കോസ് വചനം സംസാരിക്കുമ്പോൾ അവിടെ പത്രോസില്ല. പത്രോസ് പോയി സ്വർഗത്തിലിരിക്കുക. പത്രോസില്ല അവിടെ. ഈ വചനം വായിക്കുമ്പോൾ നീയും കർത്താവും മാത്രമാ. വചനം നിന്നോടാ. കോണ്ടെക്സ്റ്റ് നീയാ. അധികാരം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. എന്നിട്ട് പറയുക, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. യാതൊന്നും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കാൽവറിയിൽ നിന്നെ ജയിപ്പിച്ചു എന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ നിന്റെ ജീവൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും വരെ, നിന്റെ പ്രാണൻ ഈ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും വരെ, ആമേൻ, നിനക്ക് സകല അധികാരവും നിന്റെ അപ്പൻ സ്വർഗീയ അധികാരം നിന്റെ മേൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് ശത്രുവിൻ്റെ യാതൊരു ബലവും നിന്നെ ടച്ച് ചെയ്യില്ല. പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. ശത്രുവിൻ്റെ യാതൊന്നും നിനക്ക് ദോഷം വരുത്തിയില്ല. ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഹോൾ തിങ് നിനക്ക് അധികാരം തന്നിരിക്കുന്നു. ഇതാണ് ആ യുദ്ധത്തിൽ നിനക്ക് ലഭിച്ച പ്രതിഫലം. അവൻ്റെ ശരീരവും വീഞ്ഞും അവന് ലഭിക്കേണ്ട പ്രതിഫലം അവൻ എനിക്കും നിനക്കും തന്നു. നിന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക. ഇതാണ് യുദ്ധം. ഈ യുദ്ധത്തിൽ നീ ജയിച്ചവനാ. ഇനി എന്തിനാ പൊന്നു മക്കളെ നീ 3ാം വേൾഡ് വാറിന് വേണ്ടി മൂന്നാം വേൾഡ് വാറിൻ്റെ ഹെഡിങ് കാണുന്ന വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ ദാ വരുന്നു കർത്താവ് 4ാം വേൾഡ് വാറിൻ്റെ 2ാം വേൾഡ് വാറിൻ്റെ ഇപ്പോഴത്തെ സംഭവങ്ങളെക്കുറിച്ചുള്ള എന്തിനാ നീ കാണുന്നത്? നിന്റെ യുദ്ധസേവ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവവചനം പഠിപ്പിക്കുന്നു, നിന്റെ യുദ്ധസേവ കഴിഞ്ഞു. നിന്നെ ദണ്ഡിപ്പിച്ചിട്ടിരുന്ന മിദ്യാന്റെ വടി ഓടിച്ചു കളഞ്ഞിരിക്കുന്നവൻ, നിന്റെ യുദ്ധസേവ കഴിഞ്ഞു. നീ യുദ്ധത്തിൽ ജയിച്ചവനാ. നീ ദൈവത്തിനും കുഞ്ഞാടിനും രാജാവും പുരോഹിതനുമായി നീ വാഴാൻ ദൈവം നിന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. ഇനി ഒരു യുദ്ധം കൂടുണ്ട്.
വിശ്വാസി, വീണ്ടും ജനിക്കപ്പെട്ടവരെ, ഒരു യുദ്ധം കൂടെ ഉണ്ട്. ആ യുദ്ധത്തെക്കുറിച്ച് ഞാൻ പറയാൻ പോവാ. ഹല്ലേലൂയ. അതും ഈ ഭൂമിയിൽ വെച്ച് തന്നെ ചെയ്യുന്ന യുദ്ധമാണ്. അതൊരു ലോകമഹായുദ്ധമാണ്. അതൊരു ലോകമഹായുദ്ധമാണ്. അതൊരു യുദ്ധമാണ്. അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ. അന്ന് ആ യുദ്ധത്തിൽ നീ ഇവിടെ ഇല്ല. അതിനെക്കുറിച്ച് എനിക്കിപ്പോൾ സംസാരിക്കാൻ കഴിയില്ല. എങ്കിലും ആ യുദ്ധം ഏതാണെന്ന് ഇവിടെ ഞാൻ പറയാം. ഞാൻ യുദ്ധങ്ങളെക്കുറിച്ചാണല്ലോ നിങ്ങളോട് സംസാരിക്കുന്നത്. ആ യുദ്ധം അവസാനത്തെ യുദ്ധമാണ്. ആമേൻ. അത് നീ ഇവിടെ ഇല്ല. കർത്താവിൻ്റെ മധ്യാകാശത്തെ വരവെങ്കിൽ യു ഹാവ് ഗോൺ. യു ആർ ഗോൺ. ഹല്ലേലൂയ. യു ആർ ഗോൺ. ഹല്ലേലൂയ. നീ ക്രിസ്തുവിനോടുകൂടെ നീ പോയി. സ്തോത്രം. നീ അന്നേരം ഇവിടെ ഇല്ല. അത് ആ മഹാകഷ്ടകാലത്ത് 7 കൊല്ലത്തെ ലാസ്റ്റ് 3.5 മഹാകഷ്ടത്തിൽ, ഗ്രേറ്റ് ട്രിബുലേഷൻ്റെ സമയത്ത്, ലാസ്റ്റിൽ അവസാനം സർവശക്തനായ ദൈവം ചെയ്യുന്ന യുദ്ധമാണ്. ലോകത്തിൻ്റെ സകല രാജ്യങ്ങളും ഇസ്രായേലിനെ തകർക്കാൻ കർത്താവിനെതിരായിട്ട് യുദ്ധം ചെയ്യുന്ന യുദ്ധത്തിൻ്റെ പേരാണ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബാറ്റിൽ, അർമഗദോൻ. ആ യുദ്ധത്തിൽ നീ ഇല്ല. നീ കർത്താവിനോട് കൂടാ. ആമേൻ. ഹല്ലേലൂയ. അത് വെളിപാട് പുസ്തകത്തിൽ, വെളിപാടിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം മുതൽ 21 വരെ പറയുന്നുണ്ട്. അന്ന് ഭൂമിയിലെ, വെളിപാട് 19-ന്റെ 19 മുതൽ 21 വരെ പറയുന്നുണ്ട്. അന്ന് ഭൂമിയിലെ സകല രാജാക്കന്മാരെയും വിളിച്ചു കൂട്ടും മൃഗം, കള്ളപ്രവാചകനും മൃഗം, സൈറ്റൻ, സകലരെയും വിളിച്ചുകൂട്ടി ആമീൻ ഇസ്രായേലിനും കർത്താവിനും എതിരായി യുദ്ധം ചെയ്യും. അന്നും ഇസ്രായേൽ അല്ല പ്രിയപ്പെട്ടവരെ യുദ്ധം ചെയ്യുന്നത്. ദ ബാറ്റിൽ ഈസ് ഫോർ ഹിം. അതുകൊണ്ട് ആ യുദ്ധം നിങ്ങൾക്കുള്ളതല്ല, യുദ്ധം യഹോവയ്ക്കുള്ളതത്രേ. നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിരുന്ന് യഹോശാഫാത്തിനോടും അവൻ്റെ കൂട്ടരോടും പറഞ്ഞ ഈ 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ പറഞ്ഞ വചനം നീ വിശ്വസിക്കുക. നിനക്ക് യുദ്ധങ്ങളില്ല പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ, നിനക്ക് യുദ്ധമില്ല. നീ ജയിച്ചവനാ യുദ്ധത്തിൽ. ക്രിസ്തുവിനോടുകൂടി നീ യുദ്ധത്തിൽ ജയിച്ചവനാ. നീ വാഴ രാജാവും ദൈവത്തിനും കുഞ്ഞാടിനും രാജാവും പുരോഹിതനുമായി നീ യുദ്ധം ജയിച്ചവനാ. യു വൺ ദ ബാറ്റിൽ. ആമേൻ. ആകയാൽ ആ അവസാനം ഒരു യുദ്ധം കൂടെ ഉണ്ട്. അതുകൊണ്ട് വിശ്വാസി, നിന്നെ സംബന്ധിച്ചോളം 3 യുദ്ധങ്ങളേ ഉള്ളൂ. ഈ ക്രൂശിലെ കാൽവറി യുദ്ധത്തിൻ്റെ മുൻകുറിയായ അബ്രഹാം നിനക്ക് വേണ്ടി ജയിച്ച യുദ്ധം. 2 കർത്താവായ യേശു അപ്പച്ചൻ, only for you, നിനക്ക് വേണ്ടി മാത്രം ജയിച്ച യുദ്ധം. 53-ൽ കൂടെ, അതിൽ കൂടെ നിനക്ക് റിസ്റ്റോർ ചെയ്ത് പകരപ്പെട്ടിട്ട് അനുഗ്രഹങ്ങളും, ആ യുദ്ധത്തിൽ കൂടെ ദൈവം നിനക്ക് പകർന്ന, ഈ ഭൂമിയിൽ ജീവിക്കാൻ പകർന്ന അധികാരങ്ങളും. 3-ാമത്തെ യുദ്ധം ഫൈനലായിട്ട് ദുഷ്ടമൃഗത്തെയും കള്ളപ്രവാചകനെയും എന്നേക്കുമായിട്ട് മരണത്തെയും തീപ്പൊയ്കയിലേക്കും തള്ളിയിട്ട് ദൈവത്തെ നിന്ദിച്ച സകലരെയും നിഗ്രഹിച്ച് നശിപ്പിക്കുന്ന ഫൈനൽ ബാറ്റിൽ ഓഫ് അർമഗദോൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ യുദ്ധങ്ങളാണ് നിന്നെ സംബന്ധിച്ച്, വിശ്വാസിയെ സംബന്ധിച്ച്. ഇനി ആ ലാസ്റ്റ് യുദ്ധത്തെ പോലും, ഈ ഫൈനൽ ബാറ്റിൽ യു നീഡ് നോട്ട് വറി, ബിക്കോസ് നീ ജയിച്ചു കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് പുതിയ നിയമവിശ്വാസി, ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ കണ്ടും കേട്ടും, ആ 24-ാം മത്തായിയുടെ പ്രവചനത്തിൽ വ്യക്തമായിട്ട് സുവിശേഷത്തിൽ യേശുവപ്പച്ചൻ പറയുക, നിങ്ങളിത് കണ്ടും കേട്ടും ബേജാറാകല്ലേ, പ്ലീസ്. നിങ്ങളിത് കണ്ടും കേട്ടും ബേജാറാകല്ലേ. സംഭവിക്കേണ്ടത് തക്ക സമയത്ത് സംഭവിക്കും. നീ മരണത്തെ ജയിച്ചവനാ. മാർത്തയെ, നിന്റെ സഹോദരൻ മരണത്തെ ജയിക്കും. അവൻ ഉയർത്തെഴുതും. മാർത്ത സംഭവിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് വീണ്ടും ആ മാർത്തയോട് കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ വിളിച്ചു പറയുന്നു, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ, നീ മരണത്തെ ജയിച്ചവനാ, നീ യുദ്ധത്തെ ജയിച്ചവനാ. നീ രാജാവും പുരോഹിതനുമായി, കർത്താവിനും ദൈവത്തിനും കുഞ്ഞാടിനും രാജാവും പുരോഹിതനുമായി ഈ ഭൂമിയിൽ ഒരു ജയജീവിതം നയിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദിസ് വാസ് എ മിസ്റ്ററി റിവീൽഡ് ടു മീ. ഈ യുദ്ധത്തെക്കുറിച്ച് എൻ്റെ കർത്താവ് ഈ ലോകത്തിൽ ചുറ്റും നടക്കുന്ന കണ്ട് ഒരുപക്ഷെ വേദനിച്ചു കാണും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വെളിപ്പെടുത്തി തന്ന അരുളപ്പാടുകളായി. ഇതിലൊരു ഇൻ്റർപ്രിട്ടേഷനുമില്ല, ഇതിലൊരു പഠനവുമില്ലാതെ കർത്താവ് എന്തു പകർന്നു തന്നോ അത് അപ്പാടെ അമ്മയുടെ മുലപ്പാല് പോലെ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നറിയുന്നു, ഇസ്രായേലിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം. ഒത്തിരി വെളിപ്പെടുത്തലുകൾ കർത്താവ് ഈ ദിവസങ്ങളിൽ തന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിനെ കുറിച്ച്, ഇസ്രായേലിൽ നിന്ന് സംഭവിക്കുന്ന എനിക്ക് മനസ്സിലാക്കി തന്ന കാര്യം ഞാൻ പറയാം. അത് പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഞാൻ റിലേ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഒത്തിരി വെളിപ്പെടുത്തലുകൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുക, ഇത് ലോകം മുഴുവൻ അറിയണം.
ഈ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും ഈ മിസ്റ്ററീസും മറയ്ക്കപ്പെട്ട് കിടക്കുക. ആമീൻ. ചർച്ചിന്, സഭയ്ക്ക് ഇത് മറയ്ക്കപ്പെട്ടിരിക്കുക. ഈ ദൈവവചനത്തെക്കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തി ലഭിക്കാതെ വണ്ണം മനുഷ്യൻ്റെ കണ്ണ് കുരുടാക്കിയിരിക്കുക. ഞാൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. എൻ്റെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഈ മഹത്വത്തിൻ്റെ തേജസ് വെളിപ്പെടാതെ വണ്ണം മറച്ചു കളഞ്ഞിരിക്കുക. ആമേൻ. ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം എന്താണെന്നറിയോ? അത് മറച്ചിട്ടിരിക്കുക. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുക. അതാ വെളിപ്പാട് പുസ്തകത്തിൽ സഭകളോട് പറയുന്ന മുഴുവൻ, നിനക്ക് ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. യു ആർ എ ഡെഡ് മാൻ. ക്രിസ്ത്യാനിറ്റിയുടെ സഭയ്ക്ക് വെളിപ്പെടേണ്ടിയിരുന്ന മർമ്മം ഞാൻ ഇപ്പം നിങ്ങളോട് വിളിച്ചു പറയുക. ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. This should have been the foundation or the rock of the Christian churches in this world. പക്ഷേ ഇത് മറയ്ക്കപ്പെട്ട് കിടക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുക, ഈ വചനങ്ങൾ ലോകമെമ്പാടും കേൾക്കേണ്ടതാ. ലെറ്റ് them be blessed. അക്രോസ് ദ വേൾഡ്, 7 കോണ്ടിനെന്റ്സിലും ഇത് കേൾക്കേണ്ട. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുക, ഇത് ഫോർവേഡ് ചെയ്യണമേ. ഈ മെസ്സേജ് ഇത് ഫോർവേഡ് ചെയ്യണമേ. ഇത് എൻ്റേതല്ല, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, ദൈവം വെളിപ്പെടുത്തി തരുന്ന വെളിപ്പെടുത്തലുകൾ. തൻ്റെ ജനം രക്ഷപ്പെടുന്നതിന് വേണ്ടി, തൻ്റെ ജനം ജയജീവിതം നയിക്കുന്നതിന് വേണ്ടി വേറെ ഒരു പ്രവചനവും വേണ്ട. യെശയ്യാ 53 യെശയ്യാ 9 ആമീൻ, ജയജീവിതം നയിക്കുന്നതിന് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ റിക്വസ്റ്റ് ചെയ്യുക, നിങ്ങളിത് ഫോർവേഡ് ചെയ്യണമേ. നിങ്ങൾ വിശ്വാസികളല്ലാത്തവർക്ക് പോലും ഇത് ഫോർവേഡ് ചെയ്യണമേ. കാരണം ഇത് ദൈവവചനമാണ് സംസാരിക്കുന്നത്. വിശ്വാസി അല്ലാത്തവർ ഇത് കേൾക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഈ കർത്താവിനെ എനിക്ക് വേണമെന്ന് വിശ്വസിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിള്, നിങ്ങളുടെ വേണ്ടപ്പെട്ടവര്, റിലേറ്റീവ്സ് എല്ലാവർക്കും ഇത് ഫോർവേഡ് ചെയ്യണമേ. ആസ്ക് ദം ടു സബ്സ്ക്രൈബ്. എനിക്ക് എല്ലാ ദിവസവും ഇത് ഓരോരുത്തർക്കും ഫോർവേഡ് ചെയ്ത് തരുവാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. അക്രോസ് ദ വേൾഡ് ഞാൻ പറയുന്നത്, ഇത് 800 കോടി ജനവും കേൾക്കട്ടെ ഒരിക്കലെങ്കിലും. താങ്ക് യു. ഞാൻ ദൈവത്തിന് നന്ദി പറയുക. ഒരു പ്രാവശ്യം കൂടെ ഈ ദൈവം തരുന്ന അരുളപ്പാടുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ദൈവം എന്നെ അഭിഷേകം ചെയ്തതിനായി സ്തോത്രം. എൻ്റെ കേൾവിക്കാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ വചനം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനൊന്ന് പറയുക, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും കാണുന്നത് വരെയും ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മറവിൽ, ദൈവമഹത്വത്തിൻ്റെ വചനത്തിൻ്റെ തേജസ്സിൻ്റെ മറവിൽ നിങ്ങൾ നിറയ്ക്കപ്പെടുവാൻ, ആ മഹത്വത്തിൻ്റെ മറവിൽ മറയ്ക്കപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. സകല മാനവും മഹത്വവും എൻ്റെ അപ്പച്ചന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് all of you. Thank you.